Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിത മാതൃകയെ സംബന്ധിച്ച ചില സൂചനകളാണ് നൽകിയത്. പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. പ്രവാചകനെ ഇത്തിബാ ചെയ്യൽ അനിവാര്യമാണ്. റസൂലുള്ളാഹിനെ പൂർണ്ണമായും അനുധാവനം ചെയ്യണം. ആ റസൂല് കൊണ്ടുവന്നതിനെ മുഴുവൻ സ്വീകരിക്കണം. ആ റസൂലിനെ സ്വന്തം മാതാപിതാക്കളെക്കാളേറെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇതാണ് ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കഴിയുന്ന വ്യക്തിത്വം റസൂല് തന്നെയാണ്. നമ്മളെപ്പോഴും റസൂലുള്ളാഹിയെ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റസൂൽ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് പഠിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമായിരുന്നു റസൂൽ എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂല് ആരാണ് എന്നൊറ്റ വാക്കിൽ, വേറെ പ്രവാചകൻ എന്നല്ലാതെ മറ്റൊരാൾ എന്ന് എനിക്ക് ചോദിച്ചാൽ ഒരു മറുപടി പറയാൻ കഴിയില്ല. കാരണം എല്ലാ മേഖലയിലും റസൂലിൻ്റെ ഒരു പങ്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഗാന്ധിജി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു. അങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു, അല്ലെങ്കിൽ മുസോളിനി ഒരു ഭരണാധികാരിയായിരുന്നു, ഇങ്ങനെ പറയാനൊക്കെ കഴിയാം. പക്ഷെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമായിരുന്നു റസൂല് എന്നതാണ് പ്രത്യേകത. അങ്ങനെ ചരിത്രത്തിൽ ഒരാളെ കാണാൻ കഴിയില്ല. എല്ലാമായ ആ ആൾ എല്ലാ വിഷയത്തിലും ആളുകൾക്ക് മാതൃകയായിരുന്നു. ഞാനിവിടെ ഓതിയ ആയത്ത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ഈ ആയത്ത് നമ്മൾ ഒരുപാട് തവണ കേട്ട ആയത്താണ്. പക്ഷേ ഈ ആയത്ത് ഖുർആനിൽ കാണാൻ കഴിയുക സൂറത്തുൽ അഹ്സാബിലാണ്. അഹ്സാബ് യുദ്ധം വിവരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ആയത്തുള്ളത്.
ഇപ്പോൾ റസൂലിൽ നല്ല മാതൃക ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടി വരിക റസൂലിൻ്റെ ഒരു വേഷവിധാനം, റസൂലിൻ്റെ താടി, റസൂലിൻ്റെ ചില അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഓടി വരിക. അത് പറയുന്ന കൂട്ടത്തിലല്ല റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മാതൃകയുണ്ട് എന്ന് പറഞ്ഞത് ഒരു യുദ്ധ പശ്ചാത്തലത്തിൻ്റെ ഇടയിലുള്ള ആയത്തിലാണ്. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ ഏകകണ്ഠമായി പറയുന്നൊരു കാര്യം, ഒരു യുദ്ധത്തിൽ ഒരു നായകൻ എങ്ങനെയാകണം എന്നതിൻ്റെ മാതൃക റസൂലിലുണ്ട് എന്നാണ്. ലോകത്തൊരു നായകന്മാർ ചെയ്യാത്ത മാതൃകയായിരുന്നു റസൂലിൻ്റേത്. ഭരണാധികാരികൾ അവർ ചിലപ്പോൾ മുന്നിൽ നിന്ന് പടവെട്ടുമെങ്കിലും അണികളെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും പടയാളികളെ കൊണ്ടും യുദ്ധം ചെയ്യിക്കുകയും പണിയെടുപ്പിക്കുകയും ചെയ്യലാണ് ചെയ്യാറ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂല് സഹാബാക്കളുടെ കൂടെ നിന്ന് വിശന്ന് പൊരിഞ്ഞ് പാറ വെട്ടി. ഏറ്റവും കൂടുതൽ പാറ വെട്ടിയതാരാന്ന് ചോദിച്ചാൽ റസൂലായിരിക്കും. പൊട്ടാത്ത പാറകൾ പൊട്ടിക്കാൻ സഹാബാക്കൾ സമീപിച്ചിരുന്നത് റസൂലുള്ളാഹിയുടെ അടുത്താണ്. അത്രയും ആഞ്ഞു വെട്ടിയിരുന്നു റസൂല്. അവരിലൊരാളെപ്പോലെ അള്ളാഹുവിൻ്റെ റസൂല് പെരുമാറി. അവരുടെ എല്ലാ ടെൻഷനും അതിൻ്റെ ഏറ്റവും മൂർധന്യതയിൽ റസൂൽ അനുഭവിച്ചു. എന്നിട്ട് ഖുർആൻ പറയാണ് ആ റസൂലിൽ ലോകത്തിന് മാതൃകയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മഹാനായ സയ്യിദ് സുലൈമാൻ നദ്വി അദ്ദേഹം പറയുന്ന ഒരു വലിയ വർത്തമാനമുണ്ട്. നിങ്ങൾ ആരാകട്ടെ എന്താകട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന സദസ്സിലുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ അവർക്കും റസൂലിൻ്റെ ജീവിതത്തിലൊരു മാതൃക കാണാൻ കഴിയും. നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നല്ല കച്ചവടക്കാരനായ റസൂലിൽ മാതൃകയുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല മാതൃകയായിരുന്നു. മുഹമ്മദിനെ കൊടുക്കാൻ മാത്രമുള്ള ഒരു ശമ്പളം എൻ്റെ കയ്യിലുണ്ടാവുന്നു, അത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യപൂർവ്വം ഖദീജ റളിയല്ലാഹു അൻഹ മാനേജറായി നിശ്ചയിച്ചു. കച്ചവടത്തിന് പോയാൽ കൂടെ ഉണ്ടായിരുന്നവരുടെ ശുപാർശയായിരുന്നു അത് വലിയ കാരണം. ഇപ്പം കച്ചവടത്തിൻ്റെ എല്ലാ മര്യാദകളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. റസൂല് പള്ളിക്ക് ഇരിക്കല്ലായിരുന്നു, അങ്ങാടിയിലേക്ക് ഇറങ്ങിയിരുന്നു. അങ്ങാടിയിൽ ചിലപ്പോൾ റസൂല് പോയിട്ട് ഗോതമ്പ് വിൽക്കുന്നവരുടെ ചാക്കിലേക്ക് കൈയിട്ട് നോക്കും. ഒരിക്കൽ റസൂൽ ഇങ്ങനെ കൈയിട്ടപ്പോൾ ഉള്ളിൽ നനഞ്ഞ ഗോതമ്പാണ്. റസൂല് ഉടനെ ഗൗരവപൂർവ്വം അത് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. കച്ചവടത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം മര്യാദ വേണം ഒക്കെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുക മാത്രമല്ല അങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് മാതൃക കാട്ടിയിട്ടുണ്ട്. അപ്പോൾ സുലൈമാൻ നബി പറയും നിങ്ങളൊരു കച്ചവടക്കാരനാണോ, ഏറ്റവും നല്ല മാതൃകക്ക് റസൂലിനെ സമീപിക്കണം. നിങ്ങളൊരു പിതാവാണ്, വാപ്പയാണ്, മക്കളോട് ഇത്ര സ്നേഹപൂർവ്വം പെരുമാറിയൊരു വാപ്പാനെ കാണില്ല. ഫാത്തിമയോട് നേർക്കുനേരെ പറയും മോളെ നീ എൻ്റെ കരളിൻ്റെ ഭാഗമാണ്. റസൂലിൻ്റെ പിന്നീട് ജീവിച്ചിരുന്നൊരു മോൾ അതാണ്. ജീവിച്ചിരിക്കുമ്പോൾ 6 മക്കളുടെ മയ്യത്ത് മരണം കണ്ട് അവരെ മരിപ്പിച്ച് അവർക്ക് മയ്യത്ത് നിസ്കരിച്ച് അവരെ മറവ് ചെയ്ത ആളാണ് അള്ളാഹുവിൻ്റെ റസൂല്. 7 മക്കളിൽ 6 മക്കളുടെ മരണം കണ്ടു എന്ന് മാത്രമല്ല അവർക്ക് മയ്യത്ത് നിസ്കരിച്ച് അവരെ കബറിൽ ഇറക്കി വെച്ച ആളാണ് അള്ളാഹുവിൻ്റെ റസൂല്. 6 മക്കളെ, ഒരു മോളാണ് പിന്നെ ആകെ ജീവിച്ചത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു. 10-26 വയസ്സ് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഫാത്തിമ ബീവി എന്ന് പറയുമ്പോൾ എന്തോ വല്യമ്മ പോലെ തോന്നണ്ട, അപ്പോഴേക്കും അവരും മരണപ്പെട്ടു. ആ മക്കളോട് ഏറ്റവും സ്നേഹപൂർവ്വം അള്ളാഹിൻ്റെ റസൂല് പെരുമാറി. ഒരു നല്ല വാപ്പാടെ മാതൃക റസൂലിൽ കാണാൻ കഴിയും. നമ്മളൊരു ഭർത്താവാണ്, ആ ഭർത്താവ് ഏറ്റവും നല്ല ഭർത്താവിൻ്റെ മാതൃക റസൂലിലുണ്ട്. അതുവരെ ലോകത്തിന് പരിചയമില്ലാത്തൊരു ഭർത്താവായി മാറി റസൂല്. അതുവരെ ലോകത്തിന് പരിചയമുള്ള ഭർത്താവ് അധികാരം പ്രയോഗിക്കുന്ന, മുഷ്ടി പ്രയോഗിക്കുന്ന ഭയങ്കര മല്ലനായൊരു ഭർത്താവിനെയാണ് ലോകത്തിന് പരിചയമെങ്കിൽ യഥാർത്ഥത്തിൽ ഇണകളോട് എങ്ങനെ പെരുമാറണമെന്ന് ശരിക്കും പഠിപ്പിക്കുന്ന ഒരു റസൂല് ഉദയം ചെയ്തു എന്നുള്ളതാണ്.
ഭാര്യമാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും റസൂല് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നു. ഭാര്യമാരുണ്ടായതുകൊണ്ട് അവർക്കിടയിൽ നീതി കാണിക്കുന്നു, അവരോട് ഏറ്റവും സ്നേഹപൂർവ്വം പെരുമാറുന്നു. റസൂലിൻ്റെ കുറേ നടപടിക്രമങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഭാര്യമാരോടൊത്ത് മത്സരിച്ച് ഓടുന്നു, ഭാര്യയോടൊത്ത് വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു, അവരുടെ അവകാശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു റസൂൽ. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമൻ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ഇനി നമ്മളൊരു മകനാണെങ്കിൽ, ബാപ്പയും ഉമ്മയും നേരത്തെ മരിച്ചു റസൂലിൻ്റെ, പക്ഷേ അബൂ താലിബിൻ്റെയും അബ്ദുൽ മുത്തലിബിൻ്റെയും മകനെപ്പോലെ ജീവിച്ചൊരു റസൂലുണ്ട്. എളാപ്പാര മോനായി ജീവിച്ചൊരു റസൂലിൽ നല്ല മാതൃകയുണ്ട്. ഇനി നമ്മളൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണോ, ഏറ്റവും നല്ല ഭരണം നടത്തിയ റസൂലിൽ മാതൃകയുണ്ട്. അതുപോലെ ലോകത്തൊരാൾ നാട് ഭരിച്ചിട്ടില്ല. കൊട്ടാരമില്ലാത്ത രാജാവ്, കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളില്ലാത്ത രാജാവ്, പ്രജകളുടെ ഏതാണ്ട് വീടിനേക്കാൾ താഴ്ന്ന ചെറിയ കുടിലിൽ ജീവിച്ച ഒരു റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. ആ റസൂലിൻ്റെ വീടിൽ ഒരൊറ്റ മുറിയാണ്. ഭാര്യമാരുടെ റൂമുകളൊക്കെ ഹുജറാത്തുകളാണ്, മുറികളാണ്. അതിൽ സൗകര്യങ്ങളില്ല, കിടക്കാൻ നല്ലൊരു കിടക്ക പോലും അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയുടെ പക്കലില്ല. ഈന്തപ്പനയുടെ വള്ളികൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കട്ടിലിൽ കിടന്നപ്പോൾ നല്ല തൊലിവെളുപ്പുള്ള അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പുറത്ത് ഈന്തപ്പന വള്ളിയുടെ ചുമന്ന പാടുകൾ വീണു. അത് കണ്ട് പ്രയാസപ്പെട്ട ഒരു സ്ത്രീ ഒരു കോസലി കൊടുത്തയച്ചപ്പോൾ റസൂൽ അത് തിരസ്കരിച്ചു. വേണ്ട. ആ റസൂലിൻ്റെ കൊട്ടാരത്തിൽ ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായിരിക്കെ, മദീനയുടെ ഭരണാധികാരിയായിരിക്കെ, മദീന രാഷ്ട്രത്തിൽ സമ്പന്നരുണ്ടായിരിക്കെ, ആ രാജാവ് എന്ന് പറയുന്ന റസൂല് പലപ്പോഴും പട്ടിണി കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിഷമിച്ച് വളരെയേറെ പ്രയാസപ്പെട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ആര് വന്നാലും എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ നിവർത്തിച്ചു കൊടുത്ത ഒരു കൃത്യമായ സൈന്യമില്ലാത്ത ഒരു ഭരണം നടത്തിയ ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു സർവ്വസൈന്യാധിപനാണ്. ലോകത്തെ സർവ്വസൈന്യാധിപർക്ക് റസൂൽ മാതൃകയാണ്. പച്ചിലകൾ വീഴ്ത്തരുത്, കുട്ടികൾ ആക്രമിക്കരുത്, സ്ത്രീകൾ ആക്രമിക്കരുത്, യുദ്ധമര്യാദകൾ പഠിപ്പിച്ച ഒരു റസൂൽ. എന്നിട്ട് ലോകത്തിൻ്റെ വലിയൊരു ഭാഗത്ത് തിന്മയില്ലാതാക്കി വെളിച്ചം പരത്തി അവയൊക്കെ കീഴടക്കിയപ്പോൾ പോലും നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടും 1000 ആളുകൾ പോലും മരിക്കാതെ യുദ്ധവിജയം നടത്തിയ റസൂൽ. യുദ്ധത്തിൽ അത് ശത്രുവിനോട് പോലെ അതിക്രമം കാണിക്കരുതെന്ന് പഠിപ്പിച്ച, യുദ്ധമര്യാദകൾ പഠിപ്പിച്ച റസൂൽ. ഒരു യുദ്ധത്തിൽ സ്ത്രീകളോ കുട്ടികളോ കൊല്ലപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഗൗരവം കൊണ്ടൊരു റസൂൽ. യുദ്ധമര്യാദകളൊക്കെയും പഠിപ്പിക്കുന്ന ഒരു നല്ല സർവ്വസൈന്യാധിപനായ റസൂലിനെ നമുക്കതിന് മാതൃകയായി കാണാൻ കഴിയും. ഇനി നമ്മളൊരു ആട്ടിടയനാണോ, ആട്ടിനെ വെച്ച് നടന്ന റസൂൽ. നമ്മൾ ദരിദ്രനാണോ, അങ്ങനെ ഉണ്ടാവില്ല. മനുഷ്യന് ദരിദ്രം, ആ ദാരിദ്ര്യത്തിൽ എങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് റസൂലിൻ്റെ മാതൃകയുണ്ട്. തലതല്ലി കീറുകയോ പടച്ചോനെ കുറ്റം പറയുകയോ ചെയ്യാതെ അരമുറുക്കി ഉടുത്ത് പട്ടിണി കിടന്ന് ജീവിച്ച റസൂൽ. 2 ദിവസം വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സർട്ടിഫിക്കറ്റ് കൊടുത്തു. തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹാബി വനിത പറഞ്ഞത്, മാസങ്ങളോളം റസൂലിൻ്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല, പച്ചക്കാരൊക്കെ തിന്നു. അങ്ങനെ ദാരിദ്ര്യത്തിലും എങ്ങനെ ജീവിക്കാമെന്ന് റസൂൽ പഠിപ്പിച്ചു. ലോകത്തിനൊരു പ്രാർത്ഥനയും പഠിപ്പിച്ചു. അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത, അല്ലാഹുവേ മുഹമ്മദിൻ്റെ കുടുംബത്തിന് അരിഷ്ടിച്ച ഭക്ഷണം മതി. ആള് മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി, ലോകത്തിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി നമ്മളൊരു സമ്പന്നനാണ്, അളവറ്റ ഇസ്ലാമിക സമ്പത്തിൻ്റെ കൈകാര്യകർത്താവകാശം ഉണ്ടായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നമുക്ക് നല്ല മാതൃകയുണ്ട്. എത്രയോ സമ്പത്ത് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട്. ഖജാന, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ആ റസൂല് എങ്ങനെ ഒരു സമ്പന്നൻ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. നമ്മളൊരു പ്രഭാഷകനാണോ, തൻ്റെ അനുചരന്മാരുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഹൃദയത്തിൽ തട്ടുന്ന വിധം പ്രഭാഷണം നടത്തുന്ന റസൂലിൽ മാതൃകയുണ്ട്.
നമ്മളൊരു വിദ്യാർത്ഥിയാണോ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിലിരുന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെ പെരുമാറുന്ന റസൂലിൽ മാതൃകയുണ്ട്. നമ്മളൊരു അധ്യാപകനാണോ? തൻ്റെ അനുചരന്മാരുടെ ശരിയായ ഉസ്താദായ റസൂലിൽ മാതൃകയുണ്ട്. നമ്മൾ ആരാകട്ടെ എന്താകട്ടെ അവർക്കൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട് എന്നതാണ്. അത് ഏത് വിഷയത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലല്ല. കുടുംബജീവിതത്തിൽ നല്ല മാതൃകയുണ്ട്, സാമ്പത്തിക മേഖലയിൽ നല്ല മാതൃകയുണ്ട്, രാഷ്ട്രീയ രംഗത്ത് അതിലും ഉന്നതമായ മാതൃകയുണ്ട്, ആരാധനാരംഗത്ത് മാതൃകയുണ്ട്. മാതൃകയുണ്ട് എന്ന് മാത്രമല്ല, ഈ മാതൃകയാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിച്ചു അല്ലാഹുവിൻ്റെ റസൂൽ. അതിലും കവച്ചു വെച്ച മാതൃക ഇല്ല, അതിനെയും അതിജീവിക്കുന്ന മാതൃകയില്ല. ഏത് വിഷയമെടുത്തോളൂ, ഒരു മാതൃകയിൽ ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ് റസൂലുള്ളയായിരിക്കും. ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ് റസൂലുള്ളയായിരിക്കും. അതാണ് റസൂലിൻ്റെ മഹത്വം. കാരണം അല്ലാഹുവിൻ്റെ റസൂലിനെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരാളുമില്ല. നമ്മൾ കാരുണ്യം എന്ന ഗുണമെടുത്താൽ ഞാൻ പറയുന്നു, കാരുണ്യത്തിൽ റസൂലാണ് മുന്നിൽ. നമ്മളൊക്കെ കാരുണ്യം കാണിക്കും. ലോകത്ത് കാരുണ്യം കാണിച്ച പലരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൃഗങ്ങളോട് കാരുണ്യം കാണിച്ചവർ, ജീവികളോട്, സഹജീവികളോട്, പാവങ്ങളോട്. കുറേ യുദ്ധം നടത്തിയ ആളുകൾ കുറേ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാരുണ്യം തോന്നിയ അശോകനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെയല്ല. ശത്രുവിനോട് കാരുണ്യം കാണാൻ പഠിപ്പിച്ചു, കാണിച്ചു തന്നു. ശത്രുക്കളോട്. അതാണ് തായിഫ് ജനത കല്ലെറിഞ്ഞപ്പോൾ വെറുതെ കാരുണ്യം കാണിച്ചല്ല, ഉപരിലോകത്തു നിന്നാണ് മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇറങ്ങി വന്നത്. അള്ളാഹുടെ അനുമതിയുമായിട്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞത്, താങ്കളുടെ അനുവാദമുണ്ടെങ്കിൽ പർവ്വതങ്ങളുടെ മലായിക്കത്തുകളെ വിട്ടുകൊണ്ട് ഈ മലമുടുക്കിലിട്ട് നശിപ്പിക്കാമെന്നാണ്. അപ്പോഴാണ് ആ കാരുണ്യം പുറത്തേക്ക് ചാടിയത്. ചില്ലറ മർദ്ദനല്ല, 80 മൈൽ അകലുള്ള കുന്നിൻ ചെരുവിൽ നിന്ന് ഓടിയായിരുന്നു. കാല് നിറയെ ചൂസ് നിറയെ രക്തം തളം കെട്ടിപ്പോയിട്ടുണ്ട്. വല്ലാത്ത പരിഹാസമാണ് നേരിട്ടത്, വലിയ അക്രമമാണ് നേരിട്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. പടച്ചോനെ പുറത്തു കൊടുക്കണ വിവരമില്ല. ഇതാര് പ്രാർത്ഥിക്കും? ഇതേ റസൂല് മക്ക തിരിച്ചു പിടിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ? മക്ക ഫത്തഹിൻ്റെ രംഗം. അന്ന് മക്കക്കാർ പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു, ആരപ്പാ വരുന്നത്? അബ്ദുള്ളയുടെ മോൻ മുഹമ്മദ്. എന്തായിരുന്നു മുഹമ്മദിൻ്റെ ചരിത്രം അവർക്കറിയാം. ആ മുഹമ്മദിനെ നമ്മൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ടിട്ട് എണീക്കാൻ വയ്യാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിലിട്ട് അനുചരന്മാരെ മർദ്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെ ചുട്ടുപടുത്ത മണലാരണ്യത്തിൽ വലിച്ചഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബദറിൽ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്, ഉഹുദിൽ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്, ഖന്തക്കിൽ വിറകൊള്ളിച്ചിട്ടുണ്ട്. ആ വരുന്നു മുഹമ്മദ്, വരുന്നു മുഹമ്മദ് പ്രതികാരം ചെയ്യും. മുഹമ്മദ് പച്ചക്കരുളുള്ള മനുഷ്യനാണോ? വെറുതെ വിടില്ല നമ്മളെ. മുഹമ്മദ് വിജയശ്രീലാളിതനായി മക്കയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ലോകം ഞെട്ടി. മക്കക്കാർ മാത്രമല്ല, ചരിത്രം ഞെട്ടിപ്പോയി. കാരുണ്യത്തിൻ്റെ റസൂൽ ലോകത്തോട് പറഞ്ഞു, മക്കയുടെ അതിർത്തിയിൽ വെച്ച്, യാ അഹ്ല മക്ക, യാ അഹ്ല മക്ക, ഏ മക്കക്കാരെ, ഏ അബൂ സുഫിയാൻ, ഏ ഇക്രിമ, ഏ അംർ ബിൻ ആസ്, ഒരുപാട് ആളുകളെ, ഏ ഹിന്ദ്, എല്ലാവരും വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ അഹ്ല മക്ക ഇദ്ഹബു അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞു, ഏ മക്കക്കാരെ, നിങ്ങൾ സ്വതന്ത്രരാണ്, പോയിക്കോളൂ, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല. ലോകത്ത് ഇതിലും വലിയ കാരുണ്യമുണ്ടോ? അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. റസൂലുള്ള മക്കയിലെത്തി ഇങ്ങനെ ഇരുന്നപ്പോൾ അതാ 2 സ്ത്രീകൾ, രണ്ടും മുഖം മറച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്ത്രീ മുഖം മക്കലുണ്ട് മാറ്റിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടത് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദിനെ. അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ സലാം. വഅലൈക്കും സലാം. റസൂൽ സലാം പറഞ്ഞു. ആരാണ് ഈ ഹിന്ദ്? ഹംസ റളിയല്ലാഹുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഹിന്ദ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വികൃതമാക്കിയ ഹിന്ദ്, റസൂലുള്ളാഹിക്കെതിരെ എല്ലാവിധ കുതന്ത്രങ്ങളും ഒപ്പിച്ച ഹിന്ദ്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ വഅലൈക്കും സലാം. രണ്ടാമത്തെ സ്ത്രീ അബൂജഹലിൻ്റെ മരുമകൾ ഇക്രിമയുടെ ഭാര്യ. അവർ റസൂലിനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ജിദ്ദ വഴി എത്യോപ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്, അവർക്ക് മാപ്പ് കൊടുത്ത് എനിക്ക് തിരിച്ചു തരണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാപ്പ് തന്നിട്ടുണ്ട്.
പക്ഷേ അവർ പറഞ്ഞു വിശ്വസിക്കൂല അദ്ദേഹം. ഞാൻ മാപ്പ് തന്നെന്ന് പറ. എത്ര പറഞ്ഞിട്ട് ആ സ്ത്രീ സമ്മതിക്കില്ല. അവസാനം അല്ലാഹുവിൻ്റെ റസൂൽ തലപ്പാവൂരി അക്രിമയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുക, ഇത് കാട്ടിക്കൊടുക്കുക. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തലപ്പാവ്, മാപ്പ് നൽകിയതിൻ്റെ ചിഹ്നമായ തലപ്പാവ് നിങ്ങൾ നോക്കണം. ഏതാനും വർഷം കഴിയുമ്പോൾ, ഹിജ്റ പോയി ഏതാനും വർഷം കഴിയുമ്പോൾ, സാക്ഷാൽ അബൂജഹലിൻ്റെ മരുമകളെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തലപ്പാവും പിടിച്ച് ജിദ്ദ വഴി ഓടുകയാണ്, ഇക്രിമയെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഈ കാരുണ്യത്തിൻ്റെ മാതൃക ലോകത്ത് വേറുണ്ട്. സത്യസന്ധത മാതൃക നമ്മൾ പറയും, പക്ഷേ റസൂലിനോട് സത്യസന്ധത ആരാ? തൻ്റെ അനുചരന്മാരുടെ സുഹൃത്തുക്കളോട് സത്യസന്ധത കാണിച്ചതല്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട് വളഞ്ഞ് റസൂലിനെ വധിക്കാൻ മുശ്രിക്കുകൾ ചുറ്റും കൂടിയ ദിവസം അലി റളിയല്ലാഹുവിനെ വിരിപ്പിൽ കിടത്തിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഇത് ഇന്ന മുശ്രിക്കിൻ്റേതാണ്, ഇത് ഇന്ന ആളുടേതാണ്, എന്നെ കൊല്ലാൻ നിൽക്കുന്ന പഹൻ്റേതാണ് ഈ സാധനം. അവർ പോലും റസൂലുള്ളാഹിയുടെ കയ്യിലാണ് അത് ഏൽപ്പിച്ചിരുന്നത്. സത്യസന്ധത കാണിച്ചു എന്ന് മാത്രമല്ല, സത്യസന്ധത ലോകത്തെ പഠിപ്പിച്ച നന്മയുടെ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഷയമല്ല കേട്ടോ, എല്ലാ വിഷയവും. അതിനോളം വലിയൊരു നന്മയുണ്ടോ? അതിനോളം വലിയ ഒരു സമൂഹത്തിന് ഇത്രയും നല്ല ഒരു മാതൃക കാട്ടിക്കൊടുത്തൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയുമോ? അതാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞത്, വഅഹ്സിനു മിൻക ലം തറക്കത്തു ഗൈനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഗൈബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ വഅഹ്സനു മിൻക ലം തറക്കത്തു ഗൈനി. എൻ്റെ കണ്ണുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഈ കണ്ണുകൊണ്ട് ഇതിലും നല്ലൊരു മനുഷ്യനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. താങ്കളെക്കാൾ നല്ലൊരു മനുഷ്യനെ ഒരു ഉമ്മയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. വഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഗൈബിൻ. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിഹരിക്കപ്പെട്ട പോലെയാണ് താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കഅന്നക ഖുലിഖ്ത കമാ തശാഉ. താങ്കൾ എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ സൃഷ്ടിക്കപ്പെട്ട പോലെ. അതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം അവിടെ കിടക്കുന്നത്. അൽ ബഹ്റു ദൂനക ഫീ ഹുസ്നിൻ വശറഫിൻ. ചന്ദ്രനേക്കാൾ ഷറഫിലും അതേപോലെ തന്നെ നന്മയിലും ഒക്കെ താങ്കളെക്കാൾ താഴെയാണ് ഈ പറയുന്ന പൂർണ്ണചന്ദ്രൻ. വൽ ബഹ്റു ദൂനക ഫീ ഖൈരിൻ വഫീ കറമി. ശ്രേഷ്ഠതയിലും നന്മയിലുമൊക്കെ താങ്കളെക്കാൾ എത്രയോ പിന്നിലാണ് കടൽ. അതുകൊണ്ട് താങ്കളുടെ സഹോദരൻ ഈസ മരിച്ചുപോയവരെ ജീവിപ്പിച്ചു. പക്ഷേ പക്ഷെ താങ്കൾ താഴെ കിടന്നിരുന്ന ചെടിക്കുണ്ടിൽ കിടന്ന ഒരുപാട് ജനപദത്തെ ജീവിപ്പിക്കും. ഈസാ അലൈഹി സ്വലാം ഒരാളെയാണ് ജീവിപ്പിച്ചതെങ്കിൽ താങ്കൾ എത്രയോ ജനപദങ്ങളെ ജീവിപ്പിച്ചു കളഞ്ഞു. കാരണം റസൂലൊരു ഭയങ്കര മാറ്റാണ് ലോകത്ത്, വിപ്ലവമാണ് വരുത്തിയത്. കാരണം അത്രയും മാതൃകാപരമാണ് റസൂൽ. ഒരു വിഷയത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് മാതൃകയല്ലാതെ ഒന്നുമില്ല എന്നതാണ്. എല്ലാ വിഷയത്തിലും ആ മാതൃക ഇങ്ങനെ കുറേ മാതൃകയായിട്ടൊരു പാപത്താനായി ജീവിച്ച് തീർക്കല്ല അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്തത്. ആ മാതൃകക്കനുസരിച്ച് ലോകത്തെ മാറ്റിമറിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതാണ്. ആ മാതൃകക്കനുസരിച്ച് ലോകത്തെ മാറ്റിമറിച്ചു, പണിയെടുത്തു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അവർ വളരെ മോശമായൊരു ജനസമൂഹമായിരുന്നു. അള്ളാഹു അവരിലേക്ക് പ്രവാചകനെ അയച്ച് അവരെ വേദം പഠിപ്പിച്ച് സംസ്കരിച്ച് അവരെ മാറ്റിയെടുത്തു. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്ത വിപ്ലവം. ലോകത്തിനെ ഇങ്ങനെ മാറ്റിമറിച്ച ഒരു നായകനും ലോകത്തില്ല. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ സമൂല പരിവർത്തനങ്ങളും വരുത്തിയ ഒരാൾ വേറെ ഉണ്ടാവില്ല. അതേതെങ്കിലും കുറച്ചു കാലം, ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം കുറച്ചു കാലം ഉണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വലിയ വിപ്ലവമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യ സമരം നടന്ന് അതിൻ്റെ സ്വപ്നങ്ങളൊന്നും പിന്നെ യാഥാർത്ഥ്യമായില്ല. അന്ന് സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ നമ്മൾ സോഷ്യലിസം പറഞ്ഞുണ്ടായില്ല, സമത്വം പറഞ്ഞുണ്ടായില്ല, സാമ്പത്തിക പുരോഗതി പറഞ്ഞുണ്ടായില്ല.
റസൂൽ ഇങ്ങനെ പറഞ്ഞു തീർത്തിട്ട് എന്തോ ഒരൊറ്റ ദിവസം ഒരു കുമിള പോലെ ഒരു സാധനം ഉണ്ടാക്കില്ല, അത് ലോകത്ത് നടപ്പാക്കി, അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി. അതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകത. അത് കാലങ്ങളോളം, യുഗങ്ങളോളം, സഹസ്രാബ്ദങ്ങളോളം ആ വിപ്ലവം ലോകത്ത് പന്തലിച്ച് നിന്നു എന്നുള്ളതാണ്. മഹാനായ മർമടി പിക്ത, അദ്ദേഹം ഒരു വലിയ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ഹോട്ടലിൽ റൂമെടുത്തിരിക്കുകയാണ്. വലിയ ഡിപ്ലോമറ്റാണ്. ജനൽ വഴി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ ഒരു ചെറുപ്പക്കാരൻ അടിക്കണ രംഗ കണ്ട്. അയാളിങ്ങനെ മാറിക്കോ നോക്കും, പക്ഷേ ചെറുപ്പക്കാരനെ വൃദ്ധനാണ് അടിക്കുന്നത്, തിരിച്ചടിക്കണില്ല. ഇതൊരു കൗതുകമായിട്ട് അദ്ദേഹത്തിന് തോന്നി, വളരെ വലിയ കൗതുകം. കാരണം ചെറുപ്പക്കാരനെ ഒരൊറ്റ അടി അടിച്ചാൽ പണി തീരാവുന്ന പ്രായമുണ്ട് മറ്റേ. അദ്ദേഹം ഈ അടിയൊക്കെ അവസാനിച്ചു. ചെറുപ്പക്കാരവിടെ നിൽക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അയാളോട് ചെന്ന് ചോദിച്ചു, എന്താ താങ്കൾ ആ വൃദ്ധൻ പിടിച്ചടിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അയാൾക്ക് വാടക കൊടുക്കാനുണ്ട് എന്ന് മാത്രമല്ല, അത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് അയാൾ എന്നെ ഇങ്ങനെ അടിക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മറുപടി പിക്താൾ പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ കൊല്ലാതാക്കുമ്പോൾ തിരിച്ചൊന്ന് അടിച്ചൂടെ? അപ്പോൾ ഇയാൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു, ചെറുപ്പക്കാരെ വൃദ്ധന്മാരെ അടിക്കുകയോ? ഇത് മാത്രമല്ല, ഞാൻ കടം കൊടുക്കാനുള്ള മനുഷ്യനെ ഞാൻ അങ്ങോട്ട് ആക്രമിക്കുകയോ? അങ്ങനെ ചെയ്യുന്നത് മഹാപാപമായിട്ടാണ് എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ വിവരം കേട്ട മറുപടി പിക്താൾ സ്തബ്ധനായി നിന്നുപോയി. ആയിരക്കണക്കിന് വർഷം മുമ്പ് മരുഭൂമിയിൽ ജീവിച്ച, ഒട്ടകത്തിൻ്റെ മൂക്കേറ് പിടിക്കാൻ മാത്രം പഠിച്ച, ജനതയിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകൻ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അതിസൂക്ഷ്മമായ മൂല്യതലങ്ങൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹം കണ്ട് ഞെട്ടി. ഇപ്പോഴും പ്രവാചകൻ്റെ സന്ദേശം ഈ ചെറുപ്പക്കാരൻ സ്വീകരിക്കുന്നു. മറുപടി പിക്താൾ പ്രവാചകനെക്കുറിച്ച് പഠിക്കുന്നു, ഖുർആനെക്കുറിച്ച് പഠിക്കുന്നു, ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകുന്നു. ഇംഗ്ലീഷിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ മറുപടി പിക്താളിൻ്റേതായി രംഗത്ത് വരികയാണ്. ഞാനീ പറയുന്നത് പ്രവാചകൻ്റെ വിപ്ലവം എന്നത് ഒരു വിഷയത്തിൽ ഒതുങ്ങുന്നില്ല. ലോകം ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകളും ലോകത്തിന് സമ്മാനിച്ചത് അമ്പിയാക്കന്മാരാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. അതിന് മാതൃകയുടെ കാണിക്കുന്നു. ഇപ്പോൾ ഒരു മദ്യം നിരോധിക്കാൻ കഴിയുമോ ഇല്ലയെന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച നടക്കുക. കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. ഒരു ഡിയഡിക്ഷൻ സെൻ്റർ ഇല്ലാതെ, ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഇല്ലാതെ, ഒരു ജനത കുടിയന്മാരായി ജീവിച്ചിരുന്ന ജനതയെ, മരിച്ചുപോയാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുടിച്ചു മുടണമെന്ന് പാടിയ ജനതയെ, നട്ടപ്പാതിരാക്ക് പോലും മദ്യം കഴിക്കാത്ത ഒരു സമൂഹമാക്കി മാറ്റിയെടുത്ത ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഈ അക്രമങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കലുണ്ട്. അറബികൾ ഒരു നൂറ്റാണ്ടുകാലം ഒരു ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടി യുദ്ധം ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. മുന്നിൽ പോകുന്ന കുതിരയുടെ കാലിൽ പിന്നിൽ വന്നവൻ്റെ കുതിര ചവിട്ടി എന്നതിൻ്റെ പേരിൽ 2.5 പതിറ്റാണ്ട് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം 2 കുതിരകൾ തമ്മിലും ചവിട്ടിപ്പോയതാണ്. പക്ഷേ ഇതായിരുന്നു അവർ തമ്മിൽ തല്ലും കുത്തും യുദ്ധവുമായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു സാഹോദര്യത്തിൻ്റെ നന്മയുടെ ലോകമാണ്. യുദ്ധത്തിലിങ്ങനെ രക്തസാക്ഷിയാകാൻ ഇങ്ങനെ വിഷമിച്ച് കഴിയുമ്പോൾ അവസാനത്തൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി കീഴാണ് മാവ്. ഒരാൾ ഓടി ആ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തൊന്നും മാവ് കേൾക്കുമെന്ന് അങ്ങോട്ട് കൊടുത്തോ, ഈ തുള്ളി വെള്ളം വേണ്ട, ദാഹജലം ഒരു തുള്ളി നനച്ച് മരിക്കാനാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥയിൽ നിന്ന് അപ്പുറത്തുനിന്ന് കേൾക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് തട്ടിവിടുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം വഫാത്താകുന്നു. ഇവിടെ ഒക്കെ 3 പേര് ഷഹീദാകുന്നു. ഒരു അവസാനത്തെ തുള്ളി ജലം, തൻ്റെ തൊണ്ടൊന്ന് നനക്കാനുള്ള തുള്ളി ജലം, അത് തനിക്ക് വേണ്ട തൻ്റെ സഹോദരന് കൊടുക്കണമെന്ന് പറയുന്ന സാഹോദര്യത്തിൻ്റെ അത്യുദാത്തമായ വിപ്ലവം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് സൃഷ്ടിച്ചു എന്നതാണ്. നമ്മൾ പറഞ്ഞ സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ ഈ റസൂല് വന്നിട്ട് 1000, 1200, 1300 കൊല്ലം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 400 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ലോകത്തിൻ്റെ ഒരവസ്ഥയും റസൂലുണ്ടാക്കിയ മാറ്റമൊന്ന് പഠിച്ചാൽ മതി. നമ്മൾ അത് സാഹോദര്യം ഇതുപോലൊക്കെ കേരളത്തിലൊന്നും ഇങ്ങനെ എത്ര മനുഷ്യന്മാരിയ്ക്കുമോ? ഇസ്ലാം വരുന്നതിന് മുമ്പ് വന്നിട്ട് 10,200 കൊല്ലം കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ തമ്മിൽ ഇരിക്കൂലല്ലോ, കാണൂലല്ലോ.
പഴുതാരയെ കാണാം, തേരട്ടനെ കാണാം, പുഴുവിനെ കാണാം, ഏതാളും കാണാം. പക്ഷെ തന്നെ പോലെ കണ്ണും മൂക്കുള്ള മനുഷ്യനെ കാണാൻ പാടില്ല, വഴി നടക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, തുപ്പാൻ പാടില്ല, മലയാള വാക്ക് പ്രയോഗിക്കാൻ പാടില്ല, കാണാൻ പാടില്ല. ഇതൊക്കെ അല്ലായിരുന്നു ഈ നാട്ടിൽ ഈ തൊട്ടടുത്ത കാലം വരെ 100-150 കൊല്ലം മുമ്പ് വരെ. പക്ഷെ അള്ളാൻ്റെ റസൂല് അങ്ങനെയൊന്നും ചെയ്യല്ല മക്കളെന്ന് ഉപദേശിക്കല്ല. അത്തരം മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരെ ഉന്നതങ്ങളിൽ നിർത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ മജ്‌ലിസിലെ കേമന, റസൂൽ മക്ക ഫതഹിൽ ബാങ്ക് വിളിച്ച ആളാ. ഒറ്റപ്പെട്ട ഉദാഹരണമല്ല, മുഴുവൻ ഉദാഹരണം അങ്ങനെയാണ്. സാഹോദര്യ റസൂൽ അങ്ങ് സൃഷ്ടിച്ചെടുത്തു. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊല്ലം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല, വഴി നടക്കാൻ പാടില്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബ കാണാൻ പാടില്ലാത്ത ബിലാൽ മുകളിൽ കയറുകയാണ്. സാഹോദര്യം ഉണ്ടാക്കി. സ്ത്രീകളെ നാളെ ഒരു വലിയൊരു തമിഴ് ആക്ടിവിസ്റ്റ് പറഞ്ഞ പോലെ ലോകത്ത് സ്ത്രീകൾക്കായി ഉയർച്ച കിട്ടിയത് മുഹമ്മദ് നബിയുടെ ഒരൊറ്റ വചനത്തിലാണ്. മൻ ആല സലാസ ബനാത്ത് ഫഅദ്ദബഹുന്ന വസവ്വജഹുന്ന ഫലഹുൽ ജന്ന. ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായി വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്ത് കൊടുത്താൽ സ്വർഗം. പെണ്ണ് എന്ന് പറഞ്ഞ അഭിശപ്തമായ ഒരു വർഗമാണെന്നും നാഗത്തെക്കാളും സർപ്പത്തെക്കാളും വിഷമയമാണ് പെണ്ണെന്നും അവൾ സുഖമനുഭവിക്കാൻ പാടില്ലെന്നും അവൾ ഏറ്റവും നികൃഷ്ടയാണെന്നും ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പ് 2 പെൺമക്കളുണ്ടായി അവരെ വിവാഹം ചെയ്ത് കൊടുത്താൽ സ്വർഗമെന്നൊരൊറ്റ വചനത്തിലൂടെ ലോകത്ത് സ്ത്രീകളുടെ ശക്തി ഉയർത്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത മാറ്റങ്ങൾ വരുത്തിയ ആളാണ് റസൂലുള്ളാഹി. ആ റസൂലിനെയാണ് നമ്മൾ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടത്. ആ റസൂലിനെ ഇനിയും പരിചയപ്പെടുത്തണം. ആർക്കും അറിയില്ലത്. ഈ റസൂലിൻ്റെ മഹത്വം ലോകത്തെ കാരണം അതിന് പരിചയപ്പെടാതെ പോകാതിൻ്റെ കാരണം മുസ്ലിമീങ്ങളാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും റസൂലുള്ളാഹിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. നമ്മളാകെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പല ആൾക്കാരും ഇതെന്ത് വർത്താനാണ് ഈ പറഞ്ഞത്, ജീവനില്ലാത്ത മുടി വളരും. നമ്മൾ പരിചയപ്പെടുത്തിയ മുടി വളരുന്ന റസൂലിനെയാണ്. മുടി വളരുമോ ഇല്ല, അള്ളാഹു അല്ലാതെ തബറുക്ക് എടുക്കാതിരിക്കുകയൊക്കെ ചെയ്തോളി. പക്ഷേ ഇത് കാണുന്ന ആളുകൾ, ഇതാണോ ലോകത്ത് റസൂലിൻ്റെ മഹത്വം? റസൂലിൻ്റെ മിറാക്കിൾ അതാണോ? റസൂലിൻ്റെ മിറാക്കിൾ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മിറാക്കിളാണ്, ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച മിറാക്കിളാണ്, ലോകത്തിന് മാതൃക കാണിച്ച അത്ഭുതമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് മുട്ടുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും.